Hello everyone. In this video, we are going to discuss John Dryden. John Dryden as a critic. ലിറ്റററി ക്രിറ്റിസം പേപ്പറിൽ 16th to 19th സെഞ്ചുറി എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും നിങ്ങൾ ജോൺ ഡ്രൈഡനെ കാണാൻ പറ്റുക. ഇദ്ദേഹം ഒരു നിയോ ക്ലാസിക്കൽ റൈറ്ററാണ്. ആൻഡ് സ്പെസിഫിക്കലി സ്പീക്കിംഗ് റെസ്റ്റോറേഷൻ കാലഘട്ടത്തൊക്കെ എഴുതിയ റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ. ഈ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എസ്പെഷ്യലി BC കാലഘട്ടത്തിൽ ഒക്കെ എഴുതിയിരുന്ന ലാറ്റിനിലും ഗ്രീക്കിലൊക്കെ എഴുതിയിരുന്ന റൈറ്റേഴ്സിൻ്റെ അതേ രീതിയിൽ എഴുതണം എന്നിട്ടുമൊക്കെ എഴുതിയിരുന്ന കുറച്ച് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശരിക്കും ആ കാലഘട്ടത്തിന് ആ പീരീഡ് തന്നെ ന്യൂ ക്ലാസിക്കൽ പീരീഡ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. സോ ജോൺ ഡ്രൈഡൻ വാസ് ഓൾസോ ന്യൂ ക്ലാസിക്കൽ റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മേജർ വർക്ക് എന്ന് പറയുന്നത് ഹീറോയിക് സ്റ്റാൻസാസ് എന്ന് പറയുന്ന വർക്കാണ്. ഇറ്റ് വാസ് ആക്ച്വലി റിട്ടൺ over the death of Oliver Cromwell. Oliver Cromwell was leader of the Puritans. Puritans ഇംഗ്ലണ്ട് ഭരിക്കുന്നുണ്ട് 1649 to 1660. ഫസ്റ്റ് ഒരു മൊണാർക്കി ഇല്ലാതെ പാർലമെൻറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 1649 കോമൺവെൽത്ത് പീരീഡ് എന്ന് പറയുന്നു. സോ പ്യൂരിറ്റൻസിൻ്റെ ലീഡറായിരുന്നു ഒലിവർ ക്രോംവെൽ. അദ്ദേഹത്തിൻ്റെ ഏർലി പ്ലേസ് ആണ് ദ വൈൽഡ് ഗാലന്റ് and the rival ladies, and major poetic works are Annus Mirabilis and Absalom and Achitophel, and also the Hind and the Panther. And he has written some very influential critical essays, like an essay of dramatic poesy which we will discuss, and also of dramatic poesy an essay. ഇദ്ദേഹം ശരിക്കും ഫസ്റ്റ് പോയറ്റ് ലോറിയേറ്റ് ആണ് ഇംഗ്ലണ്ടിലെ, ആൻഡ് ഹി ബിക്കെയിം ദ പോയറ്റ് ലോറിയേറ്റ് ഇൻ 1668. ആൻഡ് ജോൺ ഡ്രൈഡൻ്റെ പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി. ഇൻ ദിസ് എസ്സേ ഹി പ്രസൻസ് ബ്രീഫ് ഡിസ്കഷൻ ഓൺ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ലിറ്ററേച്ചർ. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞു ഓൾറെഡി. നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് എഴുതിയിരുന്ന റൈറ്റേഴ്സാണ്. സോ ആ ഒരു നിയോ ക്ലാസിക്കൽ പീരീഡിലുള്ള എഴുത്തുകളെ കുറിച്ചിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വർക്കാണ് ഡ്രമാറ്റിക് എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി. ആൻഡ് ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഹീസ് ഡിഫെൻഡിങ് ക്ലാസിക്കൽ ഡ്രാമ, സെയിങ് ദാറ്റ് ഇറ്റ്സ് എൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ആൻഡ് റിഫ്ലെക്ട്സ് ഹ്യൂമൻ നേച്ചർ. An essay on dramatic poesy is written in the form of a dialogue. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ റൈറ്റർ എന്നുള്ള രീതിയിൽ ശരിക്ക് ട്രൂലി ഒരു ക്ലാസിക്കലായിരുന്നു എന്ന് പറയാവുന്നതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഈ ഡയലോഗിലാണ് ഇദ്ദേഹം എഴുതിയത്. ശരി, പ്ലേറ്റോ ഒക്കെ ആയിരുന്നു ഇങ്ങനെ ഡയലോഗ് ഫോമിൽ എഴുതിയിരുന്നത്. ഈ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസിൽ 4 ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്ന് യൂജിനിയസ്, ദെൻ ക്രൈറ്റ്സ്, ലിസീഡിയസ് ആൻഡ് നിയാൻഡർ. ഇതെല്ലാം ഓരോ ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഡ്രൈഡനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് നിയാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പോൾ നിയാൻഡറിലൂടെയാണ് ഡ്രൈഡൻ്റെ അഭിപ്രായം നമുക്ക് ഈ ഒരു എസ്സേയിൽ നിന്നും കിട്ടുന്നത്. സോ നമ്മൾ ഡ്രൈഡൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. വിൽ ഡിസ്കസ് ഡ്രൈഡൻസ് ഒപ്പീനിയൻ ഓൺ പോയട്രി ആൻഡ് പ്ലേ, then epic, etc. So let's start with poetry and let's see what Dryden has said about poetry. And then നമുക്ക് അറിയാം പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ അവരെല്ലാം പോയട്രിയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്ലേറ്റോ വാസ് സെയിങ് ദാറ്റ് കവിതയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേറ്റോ വാണ്ടഡ് പോയട്രി ടു ഇൻസ്ട്രക്റ്റ്, ടീച്ച്, മൊറാലിറ്റി പഠിപ്പിക്കുക. സോ ഒരു ഡിഡാക്റ്റിക് കൈൻഡ് ഓഫ് പോയട്രിയാണ് പ്ലേറ്റോ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്ലേറ്റോ ബേസിക്കലി ഡിഡിൻറ്റ് ലൈക്ക് പോയട്രി, ബട്ട് പോയട്രി അദ്ദേഹം ഡിഡാക്റ്റിക് ആണെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇൻസ്ട്രക്ഷണൽ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു പോയട്രി ആയിരുന്നു പ്ലേറ്റോ ഒക്കെ ആവശ്യപ്പെട്ടത്. അരിസ്റ്റോട്ടിലാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഡിലൈറ്റ് വേണം, പ്ലഷറാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞ ആളാണ് അരിസ്റ്റോട്ടിൽ. ഹൊറേസ് രണ്ടും വേണമെന്ന് പറഞ്ഞു. ലോഞ്ചൈനസ് പറയുന്നത് ദ പോയട്രി ഹാസ് ടു ടേക്ക് അസ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. ബട്ട് ഡ്രൈഡൻ വാസ് എ ബിറ്റ് മോഡറേറ്റ്. ഇവരെല്ലാവരെയും കൺസിഡറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു അഭിപ്രായമായിരുന്നു ഡ്രൈഡൻ ഉണ്ടായിരുന്നതെന്ന് പറയാം. ബട്ട് എനിവേ അദ്ദേഹം പ്ലേറ്റോക്ക് അത്ര തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല.
ആൻഡ് ഹി ബിലീവ് ദാറ്റ് പോയട്രിയുടെ എൻഡ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഡിലൈറ്റ് തന്നെയാണ്, അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ പോലെ. നമുക്ക് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ടേക്ക് അസ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. ഒരിക്കലും അദ്ദേഹം ഇൻസ്ട്രക്ഷനാണ് കവിതയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഓക്കെ. ആൻഡ് പിന്നെ തന്നെ വേറൊരു കാര്യം, ഈ പ്ലേറ്റോ അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞതാണ് പോയട്രി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡ്രൈഡൻ പക്ക ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷനായിട്ട് ഡ്രൈഡൻ കണക്കാക്കുന്നില്ല, ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈഫാണ് എന്നൊക്കെയാണ് ഡ്രൈഡൻ്റെ അഭിപ്രായം. ദെൻ ഡ്രൈഡൻ സെറ്റ് ലൈക്ക് പോയിറ്റ് ഈസ് neither a teacher nor a bare imitator like a photographer, but a creator, one who with life or nature as his raw material creates new things altogether resembling the original. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു മിയർ ടീച്ചറോ ഒരു ഇമിറ്റേറ്ററോ അല്ല പോയിട്ട്, പക്ഷെ ഒരു ക്രിയേറ്ററാണ്, ഒരു ദൈവത്തെ പോലെ, ഗോഡിനെ പോലെ. ആൻഡ് ഹീസ് ക്രിയേറ്റിംഗ് പോയട്രി ഫ്രം ലൈഫ് ആൻഡ് നേച്ചർ. അതാണ് അദ്ദേഹത്തിൻ്റെ റോ മെറ്റീരിയൽ. അതിൽ നിന്നാണ് അദ്ദേഹം പോയട്രി ഉണ്ടാക്കുന്നത്. അത് ഒറിജിനലാണ്. ഇസ് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ, ബട്ട് അത് സംതിങ് ന്യൂ ആണ്, പക്ഷേ അത് ഒറിജിനലായിട്ട് റെസംബ്ലൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഹീ സെറ്റ് ഓൺ പോയട്രി. പിന്നെ he said poetry is obviously a work of art rather than a mere imitation. അപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്ന പോലെ അങ്ങോട്ട് എടുത്തു വെക്കുന്നില്ല. ദി ക്രിയേറ്റിവിറ്റി ഓഫ് poet can be seen in his poetry. It's not just an imitation എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഡ്രൈഡൻ പറയുന്നത്. എന്നാൽ ഇമിറ്റേഷൻ ഉണ്ടോ? ഓക്കെ, മേ ബി there will be imitation. The poet is free to imitate. Obviously he has got that license to imitate, no doubt about that. He may be imitating things as they are. അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എങ്ങനെയാണോ ഒരു ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അതേപോലെ വേണമെങ്കിൽ വി ക്യാൻ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഹി ഹാസ് ഗോട്ട്. പക്ഷേ പോയട്രി മുഴുവൻ ഇമിറ്റേഷൻ ആണെന്ന് പറയുന്നതിനെയാണ് ഡ്രൈഡൻ എതിർക്കുന്നത്. സോ ഹി ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു, ഹി ഈസ് ഫ്രീ ടു ഇമിറ്റേറ്റ് തിങ്സ് ആസ് ദേ ആർ സെഡ് തോട്ട് ടു ബി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഫോട്ടോഗ്രാഫർ ചെയ്യുന്ന പോലെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഹൗ തിങ് ഷുഡ് ബി, എങ്ങനെ ഒരു കാര്യം ആകണം എന്നുള്ളതിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് യു ക്യാൻ ഇമിറ്റേറ്റ് തിങ്സ്. ആൻഡ് ഹൗ തിങ്സ് കുഡ് ഹാവ് ബീൻ, എങ്ങനെ ആയിരുന്നു ഒരു കാര്യം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, എങ്ങനെ ആകണം എന്നുള്ളതിനെ പറയാം. ഇതൊക്കെ പറയാനുള്ള ലൈസൻസ് പോയിട്ടിന് ഉണ്ടെന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കവിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ക്യാൻ ബി ഗിവൺ ത്രൂ ഹിസ് ഒപ്പീനിയൻസ് ക്യാൻ ബി ഗിവൺ ത്രൂ ഹിസ് പോയംസ് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ എക്സാമ്പിളായിട്ട് ഷേക്സ്പിയറിനൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ എഴുത്തിൽ ഹി ഹാസ് ബ്രോഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, അതുപോലെ പോപ്പുലർ ബിലീഫ്, സൂപ്പർസ്റ്റിഷനൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ലൈസൻസ് ഒരു പോയിട്ടിനുണ്ട്, ഒരു റൈറ്റർക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഷേക്സ്പിയറിൻ്റെയൊക്കെ കാര്യം അദ്ദേഹം പറയുകയാണെങ്കിൽ ഓൾറെഡി ആളുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്താന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകളുടെ ഓൾറെഡി ഇമാജിനേഷനിൽ വന്ന കാര്യങ്ങളെ വീണ്ടും ഷേക്സ്പിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അതർ മെൻസ് ഫാൻസിയാണ് അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തത് ഈ പോപ്പുലർ ബിലീഫ്സിലൂടെയും സൂപ്പർസ്റ്റിഷനും അതുപോലെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സും ഒക്കെ ഓൾറെഡി പല ആളുകളും ഇമാജിനേറ്റ് ചെയ്ത് അവരുടെ ഫാൻസീസ്, അവരുടെ ചിന്തകൾ, അപ്പോൾ അതിനെ വീണ്ടും ഷേക്സ്പിയർ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ acceptable in poetry and in literature in general. That's what Dryden believed. Then ഡ്രാമയെ കുറിച്ചിട്ട് എന്താ ഡ്രൈഡൻ ഡ്രമാറ്റിക് പോയട്രി എന്നുള്ളൊരു ടൈറ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ആൾ അബൌട്ട് ഡ്രാമ. ഡ്രാമയെ ഡ്രൈഡൻ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ് നോക്കാം. ഇറ്റ്സ് എ ജസ്റ്റ് ആൻഡ് ലൈവ്ലി ഇമേജ് ഓഫ് ഹ്യൂമൻ നേച്ചർ representing its passions and humors and the changes of fortune to which it is subject for the delight and instruction of mankind. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു ഇമേജാണ് ഡ്രാമ. അതിന് അതിൻ്റെ പാഷനും ഹ്യൂമറൊക്കെ അതിനകത്തുണ്ടാവും. അതുപോലെ ഇത് ഡിലൈറ്റ് ചെയ്യും, അതുപോലെ ഇൻസ്ട്രക്റ്റും ചെയ്തേക്കാം, നോ പ്രോബ്ലം. ഇൻസ്ട്രക്ഷൻ മാത്രമാകുമ്പോഴാണ് ഡ്രൈഡനൊക്കെ അതിനെ എതിർക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആൻഡ് Dryden paid intense attention to drama as theatre was the most influential genre of his times. And there were many controversies and
puritanical resistance against theatrical excesses, the introduction of unpalatable or incredible scenes such as battles and deaths on the stage. ഇപ്പോൾ ഡ്രൈഡൻ ഇതൊക്കെ പറയുന്ന സമയത്ത് ശരിക്ക് പ്ലേക്കെതിരെ ഡ്രാമക്കെതിരെ ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന പ്യൂരിറ്റൻസ് ശരിക്ക് ഡ്രാമയെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പ്യൂരിറ്റൻസിൻ്റെ അധികാരം 1660 തീരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ എക്സ്ട്രീം റിലീജിയസ് ആയിട്ടുള്ള ഒരാളുകളാണ് ഈ പ്യൂരിറ്റൻസ്. അപ്പോൾ അവർ ഈ ഡ്രാമയൊന്നും ശരിക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എന്നാൽ ഡ്രൈഡന് വളരെ ക്ലിയർ ആണ് ഡ്രാമയുടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നതിൽ. ഹീസ് വെരി ക്ലിയർ. ഈ നാടകത്തിൽ ഡെത്ത്സും ബാറ്റിലൊന്നും കൊണ്ടുവരുത് എന്നൊക്കെ പ്യൂരിറ്റൻസിൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. And Dryden countered these by observing that there is nothing wrong in physical actions like battles, duels, and the like, but as death can never be imitated, it was hence to be avoided on the stage. അപ്പം ഡ്രൈഡൻ ഈ പ്യൂരിറ്റൻസിൻ്റെ അഭിപ്രായത്തെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. ബാറ്റിലും ഇതേപോലെയുള്ള ഡ്യുവൽസൊക്കെ നമുക്ക് സ്റ്റേജിൽ കൊണ്ടുവരാം, മേ ബി വേണമെങ്കിൽ ഡെത്ത് അവോയ്ഡ് ചെയ്യാം എന്നാണ് ഡ്രൈഡൻ്റെ അഭിപ്രായം. And Dryden was also against strictly imposing the 3 unities. ഈ നാടകത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 3 യൂണിറ്റീസ് എന്ന് അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞത് നമുക്കറിയാം. ലൈക്ക് യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം. സോ ഹി ഡസൻറ്റ് ബിലീവ് ദിസ് ഈസ് സോ എസെൻഷ്യൽ ടു ഡ്രാമ. And he was not a hidebound neo-Aristotelian like his contemporary Reimer, who denounced Shakespeare for his refusal to fall in line with principles of Aristotle. ഇദ്ദേഹത്തിൻ്റെ ചില കണ്ടംപററീസ് വളരെ സ്ട്രിക്റ്റായിട്ട് അരിസ്റ്റോട്ടലിയൻ ഈ യൂണിറ്റീസൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് ഷേക്സ്പിയറെ തള്ളി പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം അതേപോലെ ഒന്നായിരുന്നില്ല. അദ്ദേഹം സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്യണം എന്ന് അഡ്വക്കേറ്റ് ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Dryden seems to have had beliefs like Longinus and the Romantics in inspiration and inborn creative power of the poet. ഇദ്ദേഹമൊക്കെ വിശ്വസിച്ചു നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെയുള്ള റൂൾസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു ഇൻസ്പിറേഷനും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എലമെൻസും വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ അവർ വർക്ക്സ്, ഇൻ അവർ പ്ലേ ഓർ ഇൻ അവർ പോയിട്രി, വാട്ട് എവർ ഇറ്റ് ഈസ്. അദ്ദേഹം ഒരു റൊമാൻറ്റിക് ഒക്കെ ചിന്തിച്ച പോലെയാണ് അദ്ദേഹം ചിന്തിച്ചതെന്ന് പറയാം. ഹി ഫേവേർഡ് ദ റൊമാൻറ്റിക് എക്സ്ട്രാവാഗൻസസ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് candidly criticized ancient Roman and contemporary French drama which strictly followed all the rules. So ഇദ്ദേഹം ഫ്രഞ്ച് ഡ്രാമക്കൊക്കെ എതിരായിരുന്നു. And also he criticized the ancient Roman plays because these plays strictly followed some rules. And ബട്ട് ഇതിനർത്ഥം അദ്ദേഹം ഒരു റൂൾസും വേണ്ട, ഒരു റെഗുലാരിറ്റിയും വേണ്ട എന്നുള്ള അതല്ല. ഹി ഫേവേർഡ് സം റെഗുലാരിറ്റി. ആൻഡ് പക്ഷേ സ്ട്രിക്റ്റ് റൂളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹം എതിർക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വേർഷിപ്പിംഗ് ദീസ് റൂൾസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഇൻസ്പിറേഷനും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും സ്പേസ് ഇല്ലാതെ പോകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിയർ. ആൻഡ് പിന്നെ ഈ 3 യൂണിറ്റീസിനൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു അദ്ദേഹം എതിരായിരുന്നു. എന്തായിരുന്നു? ഒന്ന് യൂണിറ്റി ഓഫ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സിംഗിൾ പ്ലോട്ടാണ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതിന് അദ്ദേഹത്തിനായിരുന്നു. യൂണിറ്റി ഓഫ് ടൈം 24 hours അകത്ത് വരുന്ന ഒരു ഇൻസിഡൻ്റാണ് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നു എന്നുള്ള റൂളിന് ഇദ്ദേഹത്തിനായിരുന്നു. യൂണിറ്റി ഓഫ് പ്ലേസ്, ഒരൊറ്റ പ്ലേസിൽ മാത്രമാണ് ഇത് ആക്ഷൻ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു റൂളിന് അദ്ദേഹം ഇതായിരുന്നു. ഓക്കെ, ഹി വാസ് ഫേവറിങ് the weaving of a subplot into the main plot. He also observed that increasing the time frame allows for a greater maturity of the plot. He disregarded the unity of plays as well. അപ്പോൾ ഒരു പ്ലോട്ടിൻ്റെ കൂടെ സബ് പ്ലോട്ട് ഉണ്ടാകുന്നതൊക്കെ ശരിക്ക് ഇറ്റ് വിൽ മേക്ക് ദ പ്ലേ മോർ ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെയാണ് ഡിഫറെൻറ്റ് പ്ലേസിലും ആക്ഷൻ കാണിക്കുന്നതും ഡിഫറെൻറ്റ് ടൈം പീരീഡൊക്കെ, ഇതൊക്കെ ആ ബ്യൂട്ടി കൂട്ടാണ് പ്ലേയുടെ എന്നുള്ള അഭിപ്രായമാണ് ആക്ച്വലി ഡ്രൈഡൻ ഉണ്ടായിരുന്നത്. Then what he was talking about tragedy. Then tragedy അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഏകദേശം അരിസ്റ്റോട്ടിൽ പോലെ തന്നെയാണ്. ഇറ്റ്സ് ആൻ ഇമിറ്റേഷൻ ഓഫ് വൺ എൻറ്റയർ great and probable action, not told but represented, which by moving in as fear and pity
inconducive to the purging of these two emotions in our mind. അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമിറ്റേഷൻ ഓഫ് ഒരൊറ്റ ആക്ഷനാണ്, ഒരു ഗ്രേറ്റ് ആക്ഷൻ്റെ ഒരു ഇമിറ്റേഷൻ ആയിരിക്കും. ടോൾഡ് അല്ല, റെപ്രസെൻറ്റഡ് ആണ്. ഇത് നമ്മളിൽ ഫിയറും പിറ്റിയും ഉണ്ടാക്കും. അത് ഇത്തരം ഈ ഫിയറും പിറ്റിയും നമ്മളെ മനസ്സിലുള്ള അത്തരം ഫിയറും പിറ്റിയെ അത് പെർഗേറ്റ് ചെയ്യും, അത് ഒഴിവാക്കും, ഇല്ലാതെയാക്കും, നമുക്കൊരു റിലീഫ് കിട്ടും. ഇതാണ് ട്രാജഡിയുടെ ഡെഫിനിഷനായിട്ട് അദ്ദേഹം പറയുന്നത്. Dryden merely follows Aristotle and Horace in his remark on tragic hero and other characters in tragedy. ഈ ട്രാജിക് ഹീറോയും ഒക്കെ അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് പറഞ്ഞത് അതേ ഒരു അഭിപ്രായം തന്നെയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം എല്ലാവരുടെ അഭിപ്രായം എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. He doesn't find any use of the group of characters called chorus in Greek tragedy. ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചില്ല. കോറസ് ഒരു പ്രൈമറി എലമെൻ്റ് ആയിരുന്നു ഓൾഡ് ഗ്രീക്ക് ട്രാജഡികളിൽ. ഇതിൻ്റെ ആവശ്യം ഡ്രാമയിലുണ്ടെന്ന് ഡ്രൈഡൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. Then what he was thinking about comedy. Dryden has not much of his own to say on comedy actually, and following Aristotle he calls it a representation of human life in inferior persons and low subjects. അദ്ദേഹം അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അരിസ്റ്റോട്ടലുമായിട്ട് അഗ്രി ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു ഇതൊരു ഹ്യൂമൻ ലൈഫിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, എസ്പെഷ്യലി ഇൻഫീരിയർ പേഴ്സൺസ് ആൻഡ് ലോ സബ്ജക്ട്സ് ആണ്, അതിനാണ് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. മറ്റത് ഗ്രേറ്റർ സബ്ജക്ട്സ് ആണ്, ഗ്രേറ്റർ ആക്ഷൻസ് ആയിരിക്കും ട്രാജഡി. ഇവിടെ ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, അവരുടെ ലൈഫായിരിക്കും ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ദ ഫസ്റ്റ് എൻഡ് ഓഫ് കോമഡി ഈസ് ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ഓൺലി ദ സെക്കൻഡ്. അപ്പം കോമഡി ഡിലൈറ്റ് ആണ് പ്രൈമറി ഇമ്പോർട്ടൻറ്റ് കോമഡിയിൽ, പിന്നെ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിക്കോളും എന്നുള്ള ഇൻസ്ട്രക്ഷൻ സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. The persons in comedy are of lower quality and action is little. ഓൾറെഡി പറഞ്ഞാണ് ലോവർ ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഭയങ്കരമായ ബഹുലമായ സീൻസ് ഒന്നും കോമഡിയിൽ, ഗ്രേറ്റ് ആക്ഷൻസ് ഒന്നും യു കനോട്ട് എക്സ്പെക്ട്. Dryden wanted English comedy to be more refined than it was. According to him, Ben Jonson had only specialized in humor and what it lacked was wit. പിന്നെ അദ്ദേഹം കോമഡിയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, കോമഡിയെ കുറച്ചുകൂടി റിഫൈൻഡ് ആവണം, അതിനകത്ത് വിറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവണം. അപ്പം നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, ചിന്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമഡികളായിരിക്കണം എന്നാണ് വിറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് കോമഡി പലപ്പോഴും ഇത് ലാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഡ്രൈഡൻ, എസ്പെഷ്യലി ബെൻ ജോൺസൻ്റെ ഒക്കെ ബെൻ ജോൺസൻ്റെ ഒക്കെ ഈ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് ഹ്യൂമറിലായിരുന്നു. ഹ്യൂമർ എന്നുള്ളത് നമ്മൾ തമാശ എന്നുള്ള അർത്ഥത്തിലുള്ള ഹ്യൂമർ അല്ല, അതൊരു ഒരു ആൻഷ്യൻറ്റ് ബിലീഫ് ഉണ്ടായിരുന്നു, ഒരു തിയറി ഓഫ് ഹ്യൂമറിസം എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് നമ്മുടെ ഓൾ ഹ്യൂമൻ ബിഹേവിയേഴ്സ് വേർ ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഒരു 4 ഫ്ലൂയിഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിലുള്ള. ഇതിൻ്റെ ആ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ് ഇംപ്രോപ്പർ ആകുമ്പോഴാണ് നമ്മളെ ക്യാരക്ടേഴ്സിലൊക്കെ ചില ഡിഫറൻസ് ഒക്കെ വരുന്നത്. ഏത് രീതിയിൽ പല ആളുകളും പിന്നെ ചില എക്സെൻട്രിക് ഒക്കെ ആവുന്നത് ഇതിലുള്ള ചില ഇംബാലൻസ് മൂലമാണ്. അപ്പം ഒരാൾ നോർമൽ ആവുന്നത് വെൻ ഹി ഹാസ് ഗോട്ട് ദ ബാലൻസ് ഓഫ് ദീസ് ബോഡിലി ഫ്ലൂയിഡ്സ് ആണ്. അത് ബ്ലഡ്, അതുപോലെ ഫ്ലെം, ബ്ലാക്ക് ബെയിൽ, യെല്ലോ ബെയിൽ, ഇങ്ങനെ 4 ഫ്ലൂയിഡ്സ് ആണെന്നുള്ള. അപ്പം ഇത് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് കുറവോ കൂടുതലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ആളുകളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചില പിന്നെ ബിഹേവിയറായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ബെയിൽ കൂടുതലായി വരുമ്പോഴാണ് മെലങ്കൊളി ഒക്കെ വരുന്നത്, മെലങ്കൊളിക് ആവുന്നത്, ആള് ഗ്ലൂമി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ ഭയങ്കര ഫുള്ളി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഈ ബ്ലാക്ക് ബെയിലിൻ്റെ ചില ഏറ്റക്കുറച്ചിൽ മൂലമൊക്കെ ആണ് എന്ന് ഒക്കെ ആയിരുന്നു വിശ്വാസം. സോ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സിനെ ആയിരുന്നു ജോൺസൺ. അപ്പോൾ അതിന് എതിരാണ് അദ്ദേഹം പറയുന്നത് വിറ്റ് ഒരു പ്രധാന ഘടകമാണ് കോമഡിയിൽ, അത് വരണം എന്നാണ്. ദെൻ
Then repartee is one of the most important graces of comedy. The greatest pleasure of the audience is a chance exchange of wit, keeping up on both sides and swiftly managed. അപ്പോൾ വളരെ ക്വിക്കായിട്ട് പറയുന്ന നമ്മുടെ വിറ്റി റിമാർക്സ് ഉണ്ട്, ഒരു ഉരുളക്കുപ്പേരി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന റെസ്പോൺസസ്, ഇത് കോമഡിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് ഭീമൻ ദെൻ ഫ്ലെച്ചർ, ഈ റൈറ്റേഴ്സ് ഇവർ കൊളാബറേറ്റ് ചെയ്തിരുന്ന റൈറ്റേഴ്സ്, ഇവരതിനകത്ത് എക്സ്പേർട്ടായിരുന്നു എന്നും ഡ്രൈഡൻ അഭിപ്രായമുണ്ട്. വാട്ട് ഡ്രൈഡൻ വാണ്ടഡ് ഇൻ കോമഡി വാസ് റിഫൈൻഡ് ലാഫ്റ്റർ റാദർ ദാൻ ദി കോസ് വൺ അറൈസിങ് ഔട്ട് ഓഫ് ദി ഡിസ്പ്ലേ ഓഫ് ഹ്യൂമേഴ്സ് ഓർ എക്സെൻട്രിക് ട്രേറ്റ്സ് ഇൻ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇദ്ദേഹത്തെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള, ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കോമഡിയാണ്, റിഫൈൻഡ് ലാഫ്റ്ററാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ചുമ്മാ നമ്മൾ ചില പഴയ സിനിമയിലൊക്കെ കാണുമ്പോൾ പഴത്തൊലി ചവിട്ടി വീഴുമ്പം വരുന്ന കോമഡി, അരിപ്പൊടി തലയിൽ വീഴുന്ന, ഇങ്ങനത്തെ അല്ല, കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള കോമഡി വേണമെന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ദെൻ ഫൈനലി അദ്ദേഹം എപ്പിക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കാം. ഡ്രൈഡൻ ഷെയർഡ് ദ വ്യൂ ഓഫ് ഫ്രഞ്ച് ക്രിറ്റിക്സ് ദാറ്റ് എപ്പിക് ഈസ് സുപ്പീരിയർ ടു ട്രാജഡി. എപ്പിക് ശരിക്കും ട്രാജഡിയേക്കാളും സുപ്പീരിയർ ആണെന്നുള്ള അഭിപ്രായമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നു, ഫ്രഞ്ച് ക്രിറ്റിക്സിനൊക്കെ ഉണ്ടായിരുന്ന അതേ അഭിപ്രായം. He argues that epic contains all the virtues present in tragedy and it is the greatest work of human nature. ആൻഡ് അരിസ്റ്റോട്ടലിനെതിരായിരുന്നു. അരിസ്റ്റോട്ടൽ ആക്ച്വലി ഈ ട്രാജഡി ആണ് സുപ്പീരിയർ എപ്പിക്കിനേക്കാളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്, എപ്പിക്കാണ് സുപ്പീരിയർ. കാരണം ട്രാജഡിയിലുള്ള എല്ലാ കാര്യവും എപ്പിക്കിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. എന്നാൽ എപ്പിക്കിലുള്ള എല്ലാം ട്രാജഡിയിലില്ല. ഓക്കെ. Then Dryden acknowledges the visual appeal of tragedy, but points out that the actor's work is just as important as the poet's in creating this appeal. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ട്രാജഡിക്ക് എപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിനകത്തൊരു വിഷ്വൽ ആയിട്ടുള്ളൊരു അപ്പീൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഈ സാധനം. എപ്പിക്ക് അങ്ങനെ പറ്റില്ല. പക്ഷേ അങ്ങനെ കാണുമ്പം തന്നെ ഇത് ഓദർ ഉദ്ദേശിച്ച സെയിം സാധനം നമ്മൾ സ്റ്റേജിൽ റിവീൽ ചെയ്യണമെങ്കിൽ ഓദർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അതിലുള്ള ആക്ടേഴ്സും കൂടെ വിചാരിക്കണം. അപ്പോൾ അതൊരു ചാലഞ്ചാണ് പ്ലേ അല്ലെങ്കിൽ ട്രാജഡിയെ സംബന്ധിച്ചിടത്തോളം. And he also knows that the stage is limited in its ability to depict certain things such as large armies in words. ഈ എന്താ പറയുക, ഈ സ്റ്റേജിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എപ്പിക്കിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഓക്കെ, അത് നിങ്ങൾ എഴുതുകയാണ്. ഇപ്പോൾ ഒരു ലാർജ് ആർമി നിങ്ങൾക്ക് ഒരു എപ്പിക്കിൽ കൊണ്ടുവരാൻ പറ്റും, പക്ഷേ സ്റ്റേജിൽ അത് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല എന്നതാണ്. ഇൻ കോൺട്രാസ്റ്റ്, വെൻ വി റീഡ് ആൻ എപ്പിക് വി ഹാവ് മോർ ടൈം ടു അപ്രീഷിയേറ്റ് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്സ് ബ്യൂട്ടി. നമ്മളൊരു എപ്പിക്ക് വായിക്കുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനൊക്കെ അതിനകത്ത് കൊണ്ടുവരാം. കാരണം വി ഹാവ് ടൈം ടു തിങ്ക് ആൻഡ് ഡൈജസ്റ്റ്. Okay, so Dryden disagrees with Aristotle again in asserting that there should be moral in epic. അപ്പോൾ മോറൽ വേണം എന്നുള്ള അഭിപ്രായത്തെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ അഭിപ്രായത്തെ അദ്ദേഹം എതിർക്കുന്നുണ്ട് എപ്പിക്കിനകത്ത്. ദെൻ ഫൈനലി ഒരു സറ്റയറും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഡ്രൈഡൻ keenly studied the satirical traditions of Rome and perfected the genre in his own capacity as one of the greatest satirists. ഇദ്ദേഹം തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് സറ്റയറിസ്റ്റ് ആണ്. He has got his opinion on satire. അതിൻ്റെ മേജർ സറ്റാരിക്കൽ വർക്ക്സ് ആണ് ഈ അബ്സലം ആൻഡ് കിറ്റഫൽ, വൺ ഓഫ് ദി. ഓക്കെ. And he believed that a satirist should exercise artistic control and not resort to direct name calling, disgust or moral animus against the subject of satire. സറ്റയർ ആണെങ്കിൽ സറ്റയർ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വ്യക്തിയെ കളിയാക്കുന്ന രീതിയിലൊക്കെ അതൊക്കെയാണ് സറ്ററൈസ് ചെയ്യുക. പക്ഷെ അത് ഒരാളെ ഡയറക്റ്റ് പേര് വിളിച്ചിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്കൊന്നും സറ്റയർ കൊണ്ടുപോകരുത്. According to Dryden, a satirist should aim to make a man die sweetly rather than being butchered. അപ്പം നമ്മൾ ഒരാളെ വിമർശിക്കാം, പക്ഷെ അത് കുറച്ച് അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ. ഓക്കെ, എങ്ങനെ ഡ്രൈഡൻ്റെ ഭാഷ പറഞ്ഞാൽ ഡൈ സ്വീറ്റ്ലി എന്നാണ്, ഒരു ബുച്ചർ ചെയ്യുന്ന രീതിയിലാവരുത്. ഓക്കെ. He advocated for a smooth and urbane form of satire that had unity of design and focused on
വൺ പ്രിൻസിപ്പൽ സബ്ജക്ട്സ്. അപ്പം സ്മൂത്തായിട്ടുള്ള രീതിയിലുള്ള ഒരു സറ്റയർ, വളരെ കോസ് ആൻഡ് റഫായിട്ട് ആരെയും വിമർശിക്കരുത്. ആൻഡ് അതിനകത്ത് ഒരു സംഭവത്തെ, ഒരു വ്യക്തിയോ ഒരു സബ്ജക്റ്റിനെയോ ആയിരിക്കണം നിങ്ങൾ വിമർശിക്കേണ്ടത്. ഒരുപാട് ആളുകൾ അതിനകത്ത്, ഒരുപാട് ടോപ്പിക്സ് അതിനകത്ത് വരരുത്. And in other words, Dryden believed that a satirist should choose one vice or folly for their target. As an epic poet chooses one character for their special praise and makes all others subservient to it. അതവിടെ പോയിട്ടുണ്ട്. ഇൻഫീരിയർ ടു ഇറ്റ് എന്നുള്ളൊരു മീനിങ്ങിലുള്ളൊരു സാധനമാണ് അവിടെ മിസ്സായത്. ഓക്കെ, എപ്പിക്കിലുള്ളത് പോലെ തന്നെ ഇതിനകത്ത് ഒരാളുടെ ഒരു ഫോളിയൊക്കെ ആയിരിക്കണം നിങ്ങൾ വിമർശിക്കേണ്ടത്. അവരിലുള്ള എന്തെങ്കിലും ഒരു തെറ്റിനെയായിരിക്കണം നിങ്ങൾ വിമർശിക്കേണ്ടത്. ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് വലിച്ചയച്ച് കൊണ്ടുവരരുത്. അത് എപ്പിക്ക് ഒരൊറ്റ ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ഒരു ക്യാരക്ടർ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് സറ്റയർ. ആൻഡ് പിന്നെ ഡ്രൈഡൻ്റെ ഈ വിമർശനത്തിൻ്റെ, ക്രിറ്റിസത്തിൻ്റെ ഒരു ചെറിയ പോരായ്മയാണ് നമ്മൾ അവസാനമായിട്ട് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രിറ്റിസത്തിലുണ്ടായിരുന്ന ഒരു പോരായ്മ കൾച്ചറൽ നാഷണലിസം ഇതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൺട്രിയോട് അദ്ദേഹത്തിനൊരു എന്താ പറയുക, ഒരു ബയാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത്. സോ എ ഗ്ലെയറിംഗ് എക്സാമ്പിൾ ഓഫ് ഹിസ് കൾച്ചറൽ നാഷണലിസം ക്യാൻ ബി സീൻ ഇൻ ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഹിസ് എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി, വേർ ഹി സീംസ് ടു സേ ദാറ്റ് എനി ഇംഗ്ലീഷ് പ്ലേ ഈസ് വർത്ത് എനി ടു ബൈ എ ഫ്രഞ്ച് മാൻ. ഒരു ഇംഗ്ലീഷ് പ്ലേ ഫ്രഞ്ചുകാരൻ്റെ 2 നാടകത്തിന് തുല്യമാണ് ഇംഗ്ലീഷിലുള്ള ഒരു നാടകം എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസിൽ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ബയാസിനെ സൂചിപ്പിക്കും. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ നാഷണലിസം. അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിരുന്നു അത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. താങ്ക് യു.